ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതായത് ആദ്യ കാഴ്ചയിലെ പ്രണയം. ഇതൊക്കെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണ്. ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നി. ഇനി ഈ അട്രാക്ഷൻ നിങ്ങൾ പുരുഷന്മാരായിട്ട് ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് തോന്നിയിരിക്കുന്ന ഈ ഒരു അട്രാക്ഷൻ പുരുഷന്മാർ മനഃപൂർവ്വമല്ലെങ്കിലും ചെയ്യുന്ന ചില തെറ്റുകൾ കൊണ്ട് ഇല്ലാതാകുന്നു. നോക്കാം എന്തൊക്കെ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് തോന്നിയ അട്രാക്ഷൻ വളരെ പെട്ടെന്ന് ഇല്ലാതാകുന്നത് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടൊരു അട്രാക്ഷനൊക്കെ തോന്നി, എന്നിട്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളോട് വന്ന് സംസാരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ സംസാരിക്കുന്നതോ ഒട്ടും ചിരിക്കാതെ, അതായത് നിങ്ങൾ ചിരിക്കാതെ ഭയങ്കര റഫായിട്ടായിരിക്കും ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത്. ഭയങ്കര ദേഷ്യപ്പെട്ട്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും അവളെ കളിയാക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നിയെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അവളെ അടിമയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അല്ല, വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ അവളെ ചീത്തയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ആ ഒരു പെൺകുട്ടി നിങ്ങളെ വേണ്ട എന്ന് വെക്കും, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഒരു പെൺകുട്ടി നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ മാക്സിമം ചിരിച്ച് സംസാരിക്കുക, കാമായിട്ട് സംസാരിക്കുക. ഒരിക്കലും അവളെ അടിമയാക്കാൻ നോക്കരുത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആൺകുട്ടികളുടെ ബാക്കിയുള്ള ഗേൾസിനോടുള്ളൊരു പെരുമാറ്റം. അതായത് ചില ബോയ്സിനൊക്കെ ബെസ്റ്റീസൊക്കെ ഉണ്ടാകുമല്ലോ. ഗേൾസിന് ഈ ബെസ്റ്റി എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നത് തന്നെ ഭയങ്കര അലർജി പോലെയാണ്. അതായത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. ഈ ബെസ്റ്റീസൊക്കെ ഉള്ളവർ ഇങ്ങനെ തോളത്തൊക്കെ കൈയിട്ട് നടക്കുന്നു, ട്രിപ്പ് പോകുന്നു, ഡേറ്റിംഗ് പോകുന്നു. ഇതൊക്കെ ഈ ഒരു പെൺകുട്ടിക്ക് സഹിക്കാവുന്നതിൻ്റെ മുകളിലുള്ള കാര്യങ്ങളാണ്. അതായത് ബെസ്റ്റി എന്നുള്ളൊരു സംഭവം പോലും ഗേൾസിന് പൊതുവെ ഇഷ്ടമല്ല. നിങ്ങൾക്ക് ബെസ്റ്റീസ് ഉണ്ട്, നിങ്ങൾ അവരുമായിട്ട് ഡേറ്റിങ്ങിന് പോകുന്നു, ട്രിപ്പ് പോകുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഈ ഒരു പെൺകുട്ടിക്ക് അത് സഹിക്കണം എന്ന് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെടണം എന്ന് ഇല്ല. സോ അവൾ നിങ്ങളെ വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ചില ബോയ്സ് ഉണ്ട്, ഒരു പെൺകുട്ടി ഒന്ന് നോക്കുന്നു, അല്ലെങ്കിൽ അവൾക്ക് നിങ്ങളോടൊരു ഇഷ്ടമൊക്കെ തോന്നി എന്നറിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ബോയ്സിൻ്റെ മുമ്പിൽ ഒന്ന് ആളാകും. അതായത് കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കി നടക്കുകയാണ് ഒരു പെൺകുട്ടീൻ്റെ, ഇതാ ഇപ്പോൾ അത് ലൈനൊക്കെ ആയിട്ട് വന്നേക്കുകയാണ്. ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ എന്താണെങ്കിലും ഫ്രണ്ട്സിൻ്റെയൊക്കെ മുമ്പിൽ ഒന്ന് ജാടയൊക്കെ ഇട്ട് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പെൺകുട്ടീനെ കളിയാക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ഓരോന്ന് പറയും ഈ ഒരു പെൺകുട്ടീനെ കുറിച്ചിട്ട്. ഇവളൊരു പൊട്ടിയാണ്, ഇവളൊരു പാവമാണ്, അല്ലെങ്കിൽ ഇവൾക്ക് ഒരു കഴിവുമില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര, അതായത് നിങ്ങൾ തമാശയ്ക്ക് പറയുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇത് കേൾക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെടണം എന്നില്ല. ഇങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് അവളെ കളിയാക്കുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടി നിങ്ങളെ വേണ്ട എന്ന് വെക്കും. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, വൃത്തിയില്ലായ്മയാണ്. ചില ബോയ്സ് ഉണ്ട്, എല്ലാവരും അല്ല, വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ ഇന്നത്തെ കാലത്തും കുളിക്കാതെ നനയ്ക്കാതെ ഒക്കെ നടക്കുന്നവരുണ്ട്. അതായത് അവരുടെ ഷൂസ് ഒന്നും അവർ ക്ലീൻ ചെയ്യത്തില്ല, പിന്നെ സ്മെല്ല്, ഇതൊക്കെയായിട്ട് നടക്കുന്നവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ നടക്കും എന്നല്ല, പക്ഷെ ഇങ്ങനെയുള്ളവരും ഉണ്ട്. ഒരു പെൺകുട്ടി നിങ്ങളെ കാണുമ്പോൾ, അതായത് നിങ്ങളുടെ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ടായിരിക്കും അവൾക്ക് നിങ്ങളോട് ആദ്യം തന്നെ ഒരു അട്രാക്ഷൻ തോന്നുക. പക്ഷേ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേർപ്പിൻ്റെ സ്മെല്ല്, ഒരു വൃത്തിയില്ലായ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഷൂ ഫുള്ള് നിറയെ ചെളിയ് പൊടി, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു പെൺകുട്ടി വിചാരിക്കും, ഓ ഇവന് വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കത്തേ ഉള്ളൂ. പൊതുവേ ഗേൾസൊക്കെ തന്നെ കുറച്ച് വൃത്തി കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു പെൺകുട്ടി നിങ്ങളെ വേണ്ട എന്ന് വെക്കാനുള്ളൊരു ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ എല്ലാവരും നല്ല വൃത്തിക്കും വെടുപ്പിനും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഗേൾസിനെ കളിയാക്കും. അതായത് ഇപ്പോൾ പഞ്ചാര അടിക്കുന്നവരൊക്കെ ഉണ്ട്. പൊതുവെ ഇങ്ങനെ ഗേൾസിന് ഈ കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടമല്ല. അതായത് ഈ ഒരു പെൺകുട്ടിയോട് നിങ്ങൾ ഭയങ്കര ഗമയ്ക്ക് പറയണത്, അവളെ നോക്കിക്ക് എന്തൊരു വണ്ണാണ്, എന്ത് വൃത്തികേടാണ് കാണാൻ, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എല്ലാവരും ഇങ്ങനെ പറയും എന്നല്ല, പക്ഷെ പറയുന്നവരും ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഗേൾസിനെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആക്ച്വലി നിങ്ങളുടെ ആ ഒരു വില ഇതാണ് അവിടെ ഇല്ലാതാവുന്നത്.
സോ നിങ്ങളുടെ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കി ആരുടെയും മുൻപിൽ വെച്ചിട്ട് ഒരിക്കലും ഗേൾസിന് ഇങ്ങനെ പഞ്ചാര പറയുക അല്ലെങ്കിൽ കമൻ്റ് അടിക്കുക, കളിയാക്കുക, ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളുള്ളൊരു ഇഷ്ടം അത് അപ്പം തന്നെ ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് തോന്നിയ അട്രാക്ഷൻ ആ വന്ന വഴിക്ക് തന്നെ തിരികെ പോകാനുള്ളൊരു ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ സ്വഭാവത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഇതൊക്കെ തിരുത്തി എല്ലാവരും മുൻപോട്ട് പോകുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.